പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. എല്ലാവിധ രോഗങ്ങൾക്കും ഫലപ്രദമായ ആയുർവേദ ചികിത്സ, വിട്ടുമാറാത്ത തലവേദനയ്ക്ക് പരിപൂർണ മുക്തി, പരമ്പരാഗത രീതിയിൽ പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക ചികിത്സാ പാക്കേജ്, ചികിത്സയ്ക്കായുള്ള മരുന്നുകൾ സ്വന്തം ഔഷധശാലയിൽ നിർമ്മിക്കുന്നു. അർഹരായവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ. ആയുസ്സിന്റെ വേദം ആയുർവേദം. ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഓൾഡ് NKN ഹോസ്പിറ്റൽ, സൗത്ത് കുമ്പളങ്ങി. ഫോൺ 8606240012 9656240012. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ 10ാമത് വാർഷിക പൊതുയോഗം നടന്നു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ എറണാകുളം റൂറൽ ജില്ലാ നോർത്ത് പറവൂർ സർക്കിൾ യൂണിറ്റിന്റെ 10ാമത് വാർഷിക പൊതുയോഗം പറവൂർ SNDP ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സാജൻ കോയിക്കൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം മുനമ്പം DYSP S ജയകൃഷ്ണൻ നിർവഹിച്ചു. പങ്കെടുക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ അതേക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പോലീസ് സർവീസിൽ, സർക്കാർ സർവീസിലല്ലേ എടുത്തു പറയേണ്ട പോലീസ് സർവീസിൽ നമ്മൾ ദൈനംദിനമെന്നോണം നിരവധിയായ ജോലി തിരക്കുകളിൽ പെട്ടുപോകുമ്പോൾ സ്വന്തമായ ഒരു ആത്മവിശകലനത്തിൻ്റെയൊക്കെ അവസരം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് നമ്മൾ പലപ്പോഴും ജോലി ചെയ്യുന്നത് ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഞാൻ ആരാണെന്നും ഞാൻ സമൂഹത്തിൽ ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും ഒക്കെ ചിന്തിക്കുന്നത് നമ്മൾ റിട്ടയർ ചെയ്തതിന് ശേഷം. അതുവരെ നമ്മൾ ജോലി തിരക്കിനിടയിൽ അങ്ങ് പോവുകയാണ്. കുടുംബത്തെ മറന്നും സമൂഹത്തെ മറന്നും സ്വയം മറന്നും ഒക്കെ നമ്മൾ കടന്നു പോകും. പെട്ടെന്ന് ഒരു ദിവസം രാവിലെയാണ് നമ്മൾ ബ്രേക്ക് ഇട്ട് നിർത്തിയതുപോലെ ഒരു വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. യൂണിറ്റ് സെക്രട്ടറി D പ്രസന്നകുമാർ സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് NK ഷൺമുഖൻ അനുശോചനം രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ആ മകൻ പറഞ്ഞത്, എൻ്റെ അച്ഛനൊരു SI ആയിരുന്നതിൽ ഞാനിപ്പോഴാണ് അഭിമാനം കൊണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും വിദേശത്താണ്. അവർക്ക് ലൈവായിട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ആ മകൻ ജോലി ചെയ്യുന്ന പ്രദേശത്തുള്ളവർ പറഞ്ഞു, താങ്കളുടെ അച്ഛൻ ഒരു പോലീസ് ഇൻസ്പെക്ടറായിരുന്നു, അതിന് മരണാനന്തരം കൊടുക്കുന്ന ആദരവ് അദ്ദേഹത്തിന് ലഭ്യമായി. ഇങ്ങനെയൊരു ചടങ്ങുകൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ പ്രദേശത്തുള്ളവരും പറഞ്ഞു, അങ്ങനെ ഒരു ചടങ്ങ് ആദ്യമായിട്ടാണ് കാണുന്നത്. KSPPWA ജില്ലാ പ്രസിഡന്റ് ടോമി സെബാസ്റ്റ്യൻ IPS മുഖ്യപ്രഭാഷണം നടത്തി. KSPPWA ജില്ലാ സെക്രട്ടറി പോൾ ജോസഫ് പ്രവർത്തന വിശദീകരണം നടത്തി. തുടർന്ന് KSPPWA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP പോൾ, KSPPWA ജില്ലാ ജോയിന്റ് സെക്രട്ടറി കലേശൻ, പറവൂർ മേഖലാ കൺവീനർ KK രാജൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പുതിയ അംഗങ്ങളായ D രാജേന്ദ്രൻ, സുരേന്ദ്രൻ എന്നിവരെ DYSP ജയകൃഷ്ണൻ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. KSPPWA യൂണിറ്റ് ട്രഷറർ NP സലോമി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. KSPPWA ജില്ലാ വൈസ് പ്രസിഡന്റ് T മോഹനൻ വരണാധികാരിയായി തെരഞ്ഞെടുപ്പ് നടത്തി. പ്രസിഡന്റ് D പ്രസന്നകുമാർ, സെക്രട്ടറി ശ്രീ കലേശൻ, ട്രഷറർ ജോസ് പ്രകാശ്, ജില്ലാ കമ്മിറ്റിയിലേക്ക് സാജൻ കോയിക്കൽ എന്നിവരെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ചർച്ചയും മറുപടി പ്രസംഗവും നടന്നു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി NK കുഞ്ഞപ്പൻ നന്ദി രേഖപ്പെടുത്തി. ഈ സംഘടന മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും നിവൃത്തിയാക്കുന്ന ഒരു നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടുവച്ചിട്ടാണെങ്കിൽ പോലും ആ നമ്മുടെ ആവശ്യങ്ങൾ ഭാഗികമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. നമുക്ക് കിട്ടാനുണ്ടായിരുന്ന എല്ലാ DA കുടിശ്ശികകളും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പെൻഡിംഗ് ആയിട്ടുള്ള DA നൽകുവാനായിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പറവൂർ.